ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിൽ കാര്യമായിട്ട് ഇന്ന് കുക്കിംഗ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് സാറ്റർഡേ നൈറ്റ് നമ്മുടെ ബാർബിക്യൂ നൈറ്റ്, അതുപോലെ തന്നെ ഹാഫ് ഡെസേർട്ടിലെ ആ ഒരു സ്റ്റേ, ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് സാറ്റർഡേ നൈറ്റ് തിരിച്ചെത്തിയത്. അപ്പോൾ സൺഡേ ആയപ്പോഴത്തേനും ഇക്കതാ വെളുപ്പിനെ ഡെസേർട്ട് ഡ്രൈവിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നൈസ് പത്തിരി ഉണ്ടായിരുന്നു, കുറച്ച് നൈസ് പത്തിരി ഉണ്ടായിരുന്നു. അപ്പം നൈസ് പത്തിരിയുടെ കൂടെ കറിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ലേറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപയർ കറി, അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നോൺ വെജ് അല്ലാത്ത എന്തെങ്കിലും കറിയാണ് എനിക്ക് കഴിക്കാൻ തോന്നിയത്. നോൺ വെജായിട്ട് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരു ചെറിയ ബൗളിൽ അത് മുട്ടക്കറിയാണ്. അത് സാറായിക്ക് വേണ്ടിയിട്ട്, നൈസ് പത്തിരിക്ക് വേണ്ടി സാറായിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മുട്ടക്കറിയാണ്. എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നൈസ് പത്തിരിയും അതുപോലെ തന്നെ ചെറുപയർ കറിയുമാണ്. അപ്പോൾ ഗ്രീൻ പീൻസ് കറി, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ കടലക്കറി, അതുപോലെ തന്നെ വൈറ്റ് ചാന മസാല, പിന്നെന്താ ഈ ഒരു വെജിറ്റബിൾ കുറുമ, അങ്ങനെ ഞാൻ നോൺ വെജ് അല്ലാത്ത ഐറ്റംസ് അവരോട് ചോദിച്ചപ്പോൾ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കെന്തോ ഇന്നലെ നൈറ്റും നമ്മൾ ബാർബിക്യൂവും അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ നോൺ വെജ് ആയിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചത് ചെറുപയർ കറിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചെറുപയർ കറി എന്ന് പറയുമ്പോൾ പുട്ടിന് അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ അപ്പത്തിന്, നമ്മുടെ വെള്ളയപ്പം, അപ്പത്തിന് ചെറുപയർ കറി എന്ന് പറയുന്നത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ നൈസ് പത്തിരിക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് പോലെ നന്നായിരുന്നു. പത്തിരിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ ചൂട് ചായയും കുടിച്ചു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കിവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ കുറച്ച് പുളിപ്പ് ഒക്കെ ഉള്ള ഒരു കിവിയായിരുന്നു. അപ്പോൾ വേറെ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ടൈപ്പ് കിവി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു യെല്ലോ ഷെയ്ഡ് വരും. പിന്നെ അതിനുശേഷം കുറച്ച് ഓറഞ്ച്. ഇതെന്ന് പറയുന്നത് കുറച്ച് വലിയ ടൈപ്പ് ഓറഞ്ചാണ്. ഈ വലിയ ടൈപ്പ് ഓറഞ്ച് കുറച്ച് പുളിയുള്ളതാണ്. വളരെ ചെറിയ ഒരു ടൈപ്പുണ്ട്, അത് പുളിപ്പ് വളരെ കുറഞ്ഞിട്ട് വളരെ മധുരമുള്ള നല്ല ടൈപ്പ് ഓറഞ്ചാണ്. പിന്നെ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കഴിപ്പിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ലഞ്ച് കേട്ടോ. കാര്യമായിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. വളരെ സിമ്പിളാണെന്ന് എടുത്തു പറയാൻ കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഡെസേർട്ടിൽ ഡ്രൈവിന് പോയിരിക്കുകയാണ്. അപ്പം ലഞ്ച് കഴിക്കാനൊന്നും കാണത്തില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. ഇപ്പം ക്ലൈമറ്റ് വിൻ്റർ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ നമ്മൾ വീട്ടിൽ സൺഡേസിൽ വീട്ടിൽ നിന്ന് കഴിക്കാറില്ല. അങ്ങനെ അപ്പം ഞാനിപ്പം ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബ്രിഞ്ചാൾ കറി, അപ്പം ഇക്ക വീട്ടിലില്ലാത്ത ദിവസം ഇക്ക കൂട്ടാത്ത ടൈപ്പ് കറികളൊക്കെയാണ് ഞാൻ വെക്കുന്നത്. ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇഷ്ടപ്പെട്ട ടൈപ്പ് കറിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രിഞ്ചാൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതും ഷുവറായിട്ടും ഇക്ക കൂട്ടാത്ത ഒരു കറിയാണ്, നമ്മുടെ ഉണക്കച്ചെമ്മീനും പടവലങ്ങയും ഇട്ടിട്ടുള്ള കറി. എനിക്കിതുപോലത്തെ നാടൻ കറികളൊക്കെ ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇക്ക കറിയുടെ കാര്യത്തിലൊക്കെ വളരെ സെലക്റ്റീവാണ്. വളരെ കുറച്ച് ടൈപ്പ് കറികളും കാര്യങ്ങളൊക്കെ കൂട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താണേലും ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് ഉണക്കച്ചെമ്മീൻ, ഒരു പിടി ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരുകയാണ്. അപ്പോൾ ആ ഒരു ഉണക്കച്ചെമ്മീൻ വറുത്ത ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ പടവലങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അത് ഈ സെയിം എണ്ണയിൽ തന്നെ ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന
ഉണക്ക ചെമ്മീനും പടവലങ്ങായും കൂടി ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒരുമിച്ച് വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് വീട്ടിൽ വെക്കാറുള്ള തനി നാടൻ കുറച്ച് കറികളാണ്. പിന്നെ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ വെക്കുന്നത് പോലെ അധികം വെക്കാറില്ല. സാധാരണ രീതിയിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം വഴുതനങ്ങയും അതുപോലെ തന്നെ എന്താ പറയുക ഗ്രീൻ ചില്ലി, കറിവേപ്പില, ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴട്ടും. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. അപ്പോൾ അതൊരു തമിഴ്നാട് ഓറിയൻറ്റഡ് കറിയാണ്. നമ്മുടെ ബ്രിഞ്ചാൾ കറി, ആ ഒരു ബ്രിഞ്ചാൾ കറി എന്ന് പറയുന്നത് അതിന് കുറച്ച് ഗാർലിക്കൊക്കെ ഇട്ട് വേറെ ഒരു രീതിയിൽ അവർ റെഡിയാക്കി എടുക്കാറുണ്ട്. മല്ലിപ്പൊടി ഇടുന്നവരുണ്ട്. അങ്ങനെ ഞാൻ മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോൾ അതിനെ കത്രിക്ക കുഴമ്പെന്നൊക്കെ പറയും. അങ്ങനെ അതൊരു തമിഴ്നാട് ഓറിയൻറ്റഡ് കറിയാണ് ആ ഒരു ബ്രിഞ്ചാൾ കറി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് വെക്കാറുള്ള പടവലങ്ങ ചെമ്മീൻ കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഉച്ച ഊണ്. വളരെ സിമ്പിളായിട്ട് വലിയ കാര്യമായിട്ടുള്ള സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. അപ്പോൾ കുറച്ച് പടവലങ്ങ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നു, അതുപോലെ തന്നെ വഴുതനങ്ങ കുറച്ച് കൂടുതൽ ദിവസമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എല്ലാം ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഈ വഴുതനങ്ങയിലേക്ക് ഞാൻ എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. പടവലങ്ങയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ രണ്ടെണ്ണത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരിവെന്ന് പറയുന്നത് അതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഒരു കറി, നമ്മുടെ കയ്യിൽ നൈസ് പത്തിരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച നൈസ് പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നൈസ് പത്തിരിയുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 days ആണ്. അപ്പം നമ്മളൊരു ഫ്രൈഡേ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസിലൊക്കെ നമുക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറികളൊന്നും രാവിലെ വെച്ചില്ല. അപ്പം ആ ഒരു ചെറുപയർ കറിയും കൂട്ടി പത്തിരി കഴിച്ചു. അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് വെച്ചു. ആദ്യമേ കുറച്ച് ചോറൊക്കെ വെച്ചു. ഇപ്പോൾ 2 ടൈപ്പ് കറികൾ വെക്കുകയാണ്. ബ്രിഞ്ചാൾ കറിയും അതുപോലെ തന്നെ പടവലങ്ങ കറി. അപ്പോൾ ഈ പടവലങ്ങ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ചട്ടിയും കൂടെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും അത്യാവശ്യം വേവുള്ള വെജിറ്റബിൾസാണ്. അതായത് വഴുതനങ്ങയും അത്യാവശ്യം വേവുണ്ട്, പടവലങ്ങയും അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നമുക്ക് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പടവലങ്ങ ചെമ്മീൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കറികളിൽ പെട്ട ഒരു കറിയാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും കുറച്ച് പല കൂട്ടം വെജിറ്റബിൾസ് പർച്ചേസിന് പോകുമ്പോൾ എടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ മറന്നു കിടന്ന നാടൻ കുറച്ച് കറികളൊക്കെ ഇപ്പോൾ പൊടി തട്ടി ഓർത്തെടുത്ത് അങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കറിയാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും വേണ്ട. ആ ഒരു നോൺ വെജിൻ്റെ എഫക്റ്റ്, ആ ഒരു ഉണക്കച്ചെമ്മീൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും നല്ല നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉണക്കച്ചെമ്മീൻ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു ഫുൾ ക്വാണ്ടിറ്റി ഫ്രൈ ചെയ്ത് അങ്ങ് ചേർത്തതാണ്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതനുസരിച്ച് കൂടും. അപ്പോൾ നമുക്ക് വളരെ കുറച്ചൊരു 5-6 ഉണ്ടെങ്കിലും അത് ഇതുപോലെ പടവലങ്ങയിൽ ഇട്ട് കഴിഞ്ഞാലും ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറികളുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കറിയെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ചോറും കൂടെ വിളമ്പി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരമായിട്ട് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ
ലഞ്ചിൻ്റെ കുറച്ച് എന്താണ് കുക്കിംഗ് വിശേഷങ്ങൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ലഞ്ചിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു കുറച്ച് ചോറെടുത്തു, പിന്നെ പടവലങ്ങ പ്രോൺസ് കറി എടുത്തു, പിന്നെ നമ്മുടെ ബ്രിഞ്ചാൾ കറി എടുത്തു, പിന്നെ 2 പീസ് ചിക്കൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ചെമ്മീനൊക്കെ കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും 2 പീസ് ചിക്കനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ച ഊണ്. അപ്പം വെജിറ്റബിൾസൊക്കെ ഇപ്പം ലഞ്ച് കഴിക്കുന്ന ദിവസങ്ങളിൽ വെജിറ്റബിൾസൊക്കെ മാക്സിമം പറ്റുന്നത് പോലെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒരു ഡേയുടെ ഫസ്റ്റ് ഹാഫിൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് പറ്റുന്നത് പോലെ കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുന്നതും നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം പറ്റുന്നത് പോലെയൊക്കെ കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉച്ച ഊണ്, വളരെ സിമ്പിളായിട്ടുള്ള ഉച്ച ഊണ്. അപ്പോൾ എല്ലാ കറികളും കൂടെ ചേർത്ത് വളരെ ആസ്വദിച്ച് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉച്ച ഊണ് കഴിക്കുകയാണ്. ആ ചോറിലേക്ക് ആ ഒരു വഴുതനങ്ങയും അതുപോലെ തന്നെ പടവലങ്ങയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ജംസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ അധികം കാണാറില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മച്ചി സാറായിക്ക് വേണ്ടി കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ ജംസ് മക്കൾക്ക് പൊട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ബട്ടർ കുക്കീസ്. അപ്പോൾ മക്കൾക്ക് മിഠായി കൊടുത്തു. അതിനുശേഷം ഞാൻ ചോറിണ്ടിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനും ബട്ടർ കുക്കീസ് 1-2 എണ്ണം കഴിച്ചു. വളരെ ടേസ്റ്റിയാണ്. ഒരെണ്ണം തന്നെ കഴിച്ചെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫില്ലിംഗ് ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ബട്ടർ കുക്കീസ് കഴിച്ചു. അതിനുശേഷം നമ്മുടെ ചില്ലി റോസ്റ്റഡ് കാഷ്യൂനട്ട്, ഇതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഷ്യൂനട്ടാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് അതും കഴിച്ചു. അങ്ങനെ ചോറുണ്ട് കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുറിക്കാനായിട്ട് തോന്നും. ചോറുണ്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതിനുശേഷം എൻ്റെ ഇന്ന് ഈവനിങ് ടീ അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സവോളയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്കാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് തന്നെ സവോള, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കറി ലീഫ് ഇത്ര ഇട്ടതിന് ശേഷം ബാക്കി പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും അത്രയും ചേർക്കുകയാണ്. ഒരുപാട് എരിവ് ചേർക്കുന്നില്ല, കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തായിരുന്നു. പിന്നെ ഗ്രീൻ ചില്ലിയുടെ നല്ല രീതിയിലുള്ള ഒരു എരിവുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഞാൻ ഇങ്ങനെ റെഡിയാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നൈസ് പത്തിരിയുടെ കൂടെ, അപ്പം നൈസ് പത്തിരിയും ചിക്കൻ റോസ്റ്റും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഡിന്നറിൻ്റെ ഒരു ചെറിയ കുക്കിങ്ങിലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര സിമ്പിളാണ്. ഇതിൽ ഒരുപാട് സവോളയൊന്നും ഞാൻ ഒരുപാട് വെന്ത് കാണാൻ പറ്റാത്ത പരുവത്തിന് ആകുന്നില്ല. സവോളയൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള
ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ്. ഞാൻ ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല, ഒട്ടുമേ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അതിൽ തന്നെ ആ ചിക്കൻ്റെയും സവോളയുടെയും ടൊമാറ്റോയുടെയും അതിൻ്റെയൊക്കെ ആ വെള്ളം ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രേവി കൂട്ടി തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കറി എന്ന് പറയുന്നത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ സവോളയുടെയൊക്കെ ഒരു എന്താണ് ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ആ ഒരു എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത് വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ എന്താണ് നൈസ് പത്തിരിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കൻ റോസ്റ്റിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീക്കെൻഡ്സിൽ കൂടുതൽ നൈസ് പത്തിരി ഇങ്ങനെ റെഡിമെയ്ഡ് നൈസ് പത്തിരി വാങ്ങിക്കാറുണ്ട്. അതാകുമ്പോൾ നമ്മൾ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും ഒക്കെ നൈസ് പത്തിരി എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കലാണ് പതിവ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിൽ അല്ലെങ്കിൽ സാറ്റർഡേയിൽ എങ്ങാണ്ടോ വാങ്ങിച്ച നൈസ് പത്തിരിയാണ്. അപ്പോൾ അത് ബാക്കി കുറച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഡിന്നറിന് ചിക്കൻ റോസ്റ്റും നൈസ് പത്തിരിയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് പത്തിരി കാസ്ട്രോളിലേക്ക് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് പത്തിരിക്ക് ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ എൻ്റെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു 2-3 പത്തിരിയും കൂട്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും കൂടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ ഫ്രൈഡേയ്സിലും സാറ്റർഡേയ്സിലൊക്കെയാണ് നമ്മൾ ഫാമിലി ഔട്ടിങ്ങും പർച്ചേസും അങ്ങനെയുള്ള പർച്ചേസും ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ. സൺഡേ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഡെസേർട്ടിൽ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡടിയും കാര്യങ്ങളും തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേറെ പുറത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേയിൽ ഇന്ന് കംപ്ലീറ്റ് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ്, എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നൈസ് പത്തിരി എന്താണ് ചുരുട്ടി അതിലേക്ക് ചിക്കൻ റോസ്റ്റൊക്കെ വെച്ച് കഴിക്കുക. അടിപൊളി സൂപ്പർ ടേസ്റ്റി കോമ്പിനേഷനായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. നല്ല ചൂട് നൈസ് പത്തിരിയും അതുപോലെ തന്നെ നല്ല ചൂട് ചിക്കൻ റോസ്റ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് പത്തിരിക്ക് ഒരുപാട് ഇതുപോലെ ഗ്രേവി, പത്തിരിക്കും പൊറോട്ടയ്ക്കൊക്കെ ഇതുപോലെ ഗ്രേവി ഒരുപാടില്ലെങ്കിലും ഇതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള കറികളും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. ആ സവോളയുടെ ആ ഒരു സ്വീറ്റും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ചില്ലിയുടെയും ആ ഒരു എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് വളരെ ടേസ്റ്റാണ്, ഒരു ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പോൾ അതും കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.